ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് സുജ, പേരാവൂരിൽ നിന്നും വരുന്നു. എൻ്റെ യൂട്രസ് സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ഒരു തടിപ്പ് കാണുകയും അത് DNC ചെയ്ത് ബയോപ്സിക്ക് അയക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു. ഞങ്ങൾ ഇവിടെ അച്ഛനെ വന്ന് കണ്ടു. അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഒരാഴ്ച കഴിഞ്ഞ് ഒന്നുകൂടി സ്കാൻ ചെയ്ത് നോക്കിയിട്ട് DNC ചെയ്താൽ മതിയെന്ന്. കൂടാതെ 33 വ്യാഴാഴ്ച ഇവിടെ വന്ന് പ്രാർത്ഥിക്കണമെന്നും പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ യൂട്രസിൽ തടുപ്പുമില്ല, മറ്റു യാതൊരു കുഴപ്പവുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. എനിക്ക് ഈ രോഗസൗഖ്യം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ഛനും നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു സാക്ഷ്യമാണ്. DNC ചെയ്യണം, അതുപോലെ ബയോപ്സി ചെയ്യണം. ബയോപ്സി ചെയ്തിട്ട് എന്താണ് റിപ്പോർട്ട് എന്ന് നോക്കിയിട്ട് കീമോ ചെയ്യണോ, റേഡിയേഷൻ ചെയ്യണോ, ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് നടത്തണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കാനുള്ളതാണ് എന്ന ഒരു വലിയ ക്രിട്ടിക്കൽ സിറ്റുവേഷനിലാണ് ഈ സഹോദരി ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തത്. അങ്ങനെ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തു. 33 ആഴ്ച വന്നോളം വ്യാഴാഴ്ചത്തെ ശുശ്രൂഷയിൽ പങ്കെടുക്കാം എന്ന് ഈശോയുടെ അടുത്തിരിക്കാമെന്ന് ഇരിക്കാമെന്ന് തീരുമാനിച്ചു. 33 പ്രാവശ്യം ചൊല്ലാനുള്ള പ്രാർത്ഥന ചൊല്ലാമെന്ന് തീരുമാനിച്ചു. ഈശോയെ എന്ന് വിളിക്കാമെന്ന് തീരുമാനിച്ചു. ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും സ്കാൻ ചെയ്തപ്പോൾ ആദ്യത്തെ സ്കാനിൽ കണ്ട ആ തടിപ്പും മുഴയും ഒന്നും അവിടെ ഇല്ല. ഇനി DNCയും ചെയ്യണ്ട, കീമോയും ചെയ്യണ്ട, ബയോപ്സിയും ചെയ്യണ്ട, അത് തുടർന്നുള്ള ഒരു കാര്യവും ചെയ്യണ്ട എന്ന് പറഞ്ഞ് മടക്കി അയച്ചു. കരമടിച്ച് നന്ദി പറയാം. അത്ഭുതങ്ങളും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഷീബ, ഇരിട്ടിയിൽ നിന്നും വരുന്നു. ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹം ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. 6 വർഷമായി ഞാൻ തൈറോയിഡ് രോഗമായി ഗുളിക കഴിക്കുന്നു. ആവിലായിൽ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. തൈറോയിഡ് പൂർണ്ണമായും മാറിക്കിട്ടി. എൻ്റെ അമ്മയ്ക്ക് ചെവിയുടെ സൈഡിൽ എന്നും ഇടയ്ക്കിടയ്ക്ക് വേദനയുണ്ടായിരുന്നു. അതും പൂർണ്ണമായി മാറി. ഡിഗ്രി കഴിഞ്ഞ ശേഷം മോനൊരു നല്ല കോഴ്സ് കിട്ടാൻ അച്ഛനോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരുന്നു. അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി അവന് നല്ലൊരു കോഴ്സ് കിട്ടുകയും പിന്നീട് നല്ലൊരു വണ്ടി വാങ്ങാനും സാധിച്ചു. ഇത്രയേറെ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ഛനും മറ്റെല്ലാ പുരോഹിതന്മാർക്കും 1000 നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉറക്കെ വിളിക്കാം. എൻ്റെ പേര് ജോസഫ്. ഞാൻ ഉരുപ്പൻകുറ്റിയിൽ നിന്നും വരുന്നു. എനിക്ക് എലിപ്പനി വളരെ കൂടുതലായിരുന്നു. പരിയാരത്ത് 8 ദിവസം അഡ്മിറ്റായി. വീട്ടിൽ വന്നതിൽ പിന്നെ എനിക്ക് തലവേദനയായിരുന്നു. മരുന്ന് മേടിച്ചിട്ട് കുറയുന്നില്ല. ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചതിൽ പിന്നെ ഇന്ന് വരെ എനിക്ക് തലവേദന ഉണ്ടായിട്ടില്ല. എനിക്ക് രോഗസൗഖ്യം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ഛനും നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. എലിപ്പനി ഉണ്ടായതിനെ തുടർന്ന് കൂടെ വരുമായിരുന്ന പനി ആവിലയിൽ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം അത് ഉണ്ടാകാതിരുന്നതിനെ ഓർത്ത്, ആ പനിയുടെ ആ ബന്ധനത്തിൽ നിന്ന് മോചനം ലഭിച്ചതിനെ ഓർത്ത് നമുക്ക് ഉറക്കെ വിളിക്കാം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് അനു. ഞാൻ കേളകം വെള്ളൂന്നിയിൽ താമസിക്കുന്നു. ഈ സാക്ഷ്യം എഴുതുന്നത് എൻ്റെ മകൾക്ക് വേണ്ടിയാണ്. എൻ്റെ മകൾക്ക് 2 മാസമായി മേല് മൊത്തം ഇടയ്ക്കിടെ തടിച്ചു പൊങ്ങുമായിരുന്നു. ഞങ്ങൾ ആസ്പത്രിയിൽ പലവട്ടം കാണിച്ച് മരുന്ന് കഴിക്കുമ്പോൾ കുറയും, പിന്നീട് മരുന്ന് നിർത്തുമ്പോൾ വീണ്ടും അങ്ങനെ തന്നെ തടിച്ചു പൊങ്ങും. അങ്ങനെ ഡോക്ടർ പറഞ്ഞു അലർജിയാണ്, അതിന് കുറച്ച് മരുന്ന് കഴിക്കണമെന്ന്. അങ്ങനെ ഞാൻ രാത്രി 9 മണിയുടെ ശുഭരാത്രി ശുശ്രൂഷയിൽ എൻ്റെ മകൾക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിച്ചു. എൻ്റെ മകളുടെ അലർജിയുടെ അസുഖം മാറ്റിത്തന്നാൽ ഈശോയെ ഞാൻ ആവിലായ പള്ളിയിൽ വന്ന സാക്ഷ്യം എഴുതിയിട്ട് കൊള്ളാമെന്ന് നേർന്നതിൻ്റെ ഫലമായി എൻ്റെ മോളുടെ അസുഖം പൂർണ്ണമായി ഭേദപ്പെട്ടു. എൻ്റെ മകളെ സൗഖ്യപ്പെടുത്തിയ ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും
ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സൻ അച്ഛനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ശുഭരാത്രി വചന ശുശ്രൂഷയുണ്ട്. ഓൺലൈനിൽ 9 മണിക്ക് അതുണ്ടാകും. അത് കൂടുന്നവർ ഒന്ന് കരമുയർത്താവോ? വെരി ഗുഡ്. ഒത്തിരിയേറെ പേര് അത് കൂടുന്നുണ്ട്. അതറിയാത്തവർക്ക് വേണ്ടി പറയട്ടെ. 9 മണിക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ അതിന്റെ ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കിട്ടുന്നതാണ്. അപ്പോൾ 9 മണിയാവുമ്പോൾ നിങ്ങൾ വാട്സപ്പ് എടുത്ത് ഗ്രൂപ്പിലുള്ളവര് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ശുഭരാത്രി വചന ശുശ്രൂഷ 9 മണി മുതൽ 9:20 വരെ 15-20 മിനിറ്റാണ് മാക്സിമം. ആ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കാനും രാത്രിയിൽ വചനം ധ്യാനിച്ച് അതുപോലെ അനുദപിച്ച് കർത്താവ് തന്ന അനുഗ്രഹങ്ങൾക്ക്, ഓരോ ദിവസത്തെ അനുഗ്രഹങ്ങൾക്ക് ഓരോ ദിവസവും നന്ദി പറഞ്ഞ് കർത്താവിനെ ആരാധിക്കാനുള്ളൊരു ശുശ്രൂഷയാണ്. അപ്പോൾ അത് 9 മണിക്ക് യൂട്യൂബിൽ ഉണ്ടാകും. നിങ്ങൾക്ക് അതിൽ പങ്കെടുക്കാവുന്നതാണ്. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ജ്യോതിസ്. കഴിഞ്ഞ കുറേ നാളുകളായി ജോലിയില്ലാതെ ഞാൻ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകയായിരുന്നു. അവസരങ്ങൾക്ക് മുമ്പിലെല്ലാം വിവിധ തടസ്സങ്ങളായിരുന്നു. ഞാൻ ആവിലായിൽ വന്ന് പ്രാർത്ഥിച്ചു, എനിക്ക് നല്ലൊരു ജോലി നൽകി അനുഗ്രഹിക്കണമേ എന്ന്. ഞാൻ സാക്ഷ്യം എഴുതിയിട്ട് കൊള്ളാമെന്നും നേർന്നു. ഈശോയുടെ അനുഗ്രഹത്താൽ എനിക്ക് നല്ലൊരു ജോലി ലഭിച്ചു. ഡിസംബർ മാസം 15-ാം തീയതി ഞാൻ എൻ്റെ പുതിയ ജോലിയിൽ ജോയിൻ ചെയ്തു. എനിക്ക് ജോലി നൽകി അനുഗ്രഹിച്ച ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന റാപ്സൻ അച്ഛനും 1000 നന്ദി പറയുന്നു. ഈശോയെ, അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. എൻ്റെ പേര് അലീന. എൻ്റെ വീട് ജപ്തിയിലായിരുന്ന സമയത്ത് ആ മാസം 15-ാം തീയതി 50,000 രൂപയെങ്കിലും അടയ്ക്കണമെന്ന് പറഞ്ഞ് ബാങ്കിൽ നിന്നും വിളിച്ചു. ഒരു വഴിയുമില്ലാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ ഞാൻ വെള്ളിയാഴ്ച ആവിലാപ്പള്ളിയിൽ വരികയും മുട്ടിലിഴയുകയും നിയോഗം വെച്ച് പള്ളിയുടെ ഹാൾ അടിച്ചു വാരുകയും ചെയ്തു. ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ ഞാൻ ഈശോയോട് എൻ്റെ പൈസ അടയ്ക്കാനുള്ള വഴി കാണിച്ചു തരണമേ എന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. ഇവിടെ നിറങ്ങിയപ്പോൾ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ കണ്ടു. കാര്യങ്ങളെല്ലാം പറഞ്ഞു. 9/1/2025 വ്യാഴാഴ്ച രാത്രിയിൽ എൻ്റെ അക്കൗണ്ടിലേക്ക് 50,000 രൂപ ഇട്ടു തന്നു. എനിക്ക് ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. നന്ദി പറയാം. ഉറക്കെ വിളിക്കാം. ഈശോയേ, ഈശോയ്ക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് ജോയൽ. ഞാൻ പേരാവൂരിൽ നിന്നും വരുന്നു. എനിക്ക് ഫോഴ്സിൽ ചേരണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. +2 വിദ്യാഭ്യാസം കഴിഞ്ഞ് ഞാൻ ട്രെയിനിങ് ആരംഭിച്ചു. ആർമി, പോലീസ്, SSC എന്നിങ്ങനെ തുടങ്ങിയ എല്ലാത്തിലും ഞാൻ പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ എല്ലാത്തിലും പരാജയമായിരുന്നു. അങ്ങനെ 4 വർഷം കഴിഞ്ഞു പോയി. പല ഫോഴ്സിലും കൊടുക്കാൻ പറ്റാതെയായി. അങ്ങനെ ഞാൻ ആവിലായിൽ വരികയും റാപ്സൻ അച്ഛനെ കാണുകയും അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. അച്ഛൻ എന്നോട് ഈശോയെ, അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു എന്ന പ്രാർത്ഥന എല്ലാ ദിവസവും 33 പ്രാവശ്യം ചെല്ലാൻ പറയുകയും ചെയ്തു. അത്ഭുതമെന്ന് പറയട്ടെ, എൻ്റെ ലാസ്റ്റ് ചാൻസായ SSC GD എക്സാം ഞാൻ പാസ്സാകുകയും മെഡിക്കലും ഫിസിക്കലും എല്ലാം പാസ്സായി മെറിറ്റിൽ വരികയും ചെയ്തു. എനിക്ക് CRPFൽ ജോലിയും ലഭിച്ചു. എനിക്ക് ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സൻ അച്ഛനും നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ, ഒത്തിരിയേറെ മക്കൾക്ക് കർത്താവ് നല്ല ജോലി ആവിലയിൽ വന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി സർക്കാർ ജോലിയും പ്രൈവറ്റ് ജോലിയും വിദേശത്ത് ജോലിയും ഒക്കെ ലഭിക്കാൻ ഇടവരുത്തുന്നതിനെ ഓർത്ത് ഉറക്കെ വിളിക്കാം. ഈശോയേ, ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എനിക്ക് പനിയായിരുന്നു. തീരെ പറ്റാത്ത അവസ്ഥയിലായി. ഞാൻ അമ്മ മാതാവിനോടും കർമ്മല മാതാവിനോടും ബന്ധിതനായ ഈശോയോടും പ്രാർത്ഥിച്ചു. സാക്ഷ്യം എഴുതിയിടാമെന്ന് നേരുകയും ചെയ്തു. എനിക്ക് പരിപൂർണ സൗഖ്യം നൽകി ഈശോ എന്നെ അനുഗ്രഹിച്ചു എന്ന് ലീലാമ്മ മാങ്കോട്. ഈശോയ്ക്ക് നന്ദി. എൻ്റെ പേര് മനോജ്. അമ്പായത്തോട് ഇടവകാംഗമാണ്. കഴിഞ്ഞ മാസം എനിക്ക് പെട്ടെന്ന് പനിയും ചുമയും വന്നു. എൻ്റെ സ്വരം പോയി.
ഞാൻ ആവിലാപ്പള്ളിയിൽ സാക്ഷ്യം എഴുതിയിട്ട് കൊള്ളാമെന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ പോയ ശബ്ദം തിരിച്ചു കിട്ടി. എനിക്ക് ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഷാൻഡി. ഞാൻ ഉളിക്കല്ലിൽ നിന്നും വരുന്നു. എൻ്റെ മകന് MBAക്ക് അഡ്മിഷൻ കിട്ടാൻ ഞാൻ ആവിലായിൽ വന്ന് പ്രാർത്ഥിച്ചു. മോന് ബാംഗ്ലൂരിൽ നല്ലൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടി, നല്ലൊരു താമസ സ്ഥലവും കിട്ടി. ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന റാപ്സൻ അച്ഛനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ശ്രീകല, സ്ഥലം പെരുമ്പാവൂർ. എൻ്റെ മകൾക്ക് 2 മാസം മുമ്പ് പെട്ടെന്ന് ഒരു തലകറക്കമുണ്ടായി. അവൾ വീണുപോയി. അവൾക്ക് ഓവർ ബ്ലീഡിംഗ് ഉണ്ടാവുകയും ചെയ്തു. സ്കാൻ ചെയ്തപ്പോൾ യൂട്രസിൽ ഒരു മുഴയുണ്ടെന്നറിഞ്ഞു. അന്നു തൊട്ട് ഞാൻ ആവില അമ്മയോടും ബന്ധിതനായ ഈശോയോടും മോളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ഇപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ മുഴയില്ല എന്നും ഇനി മെഡിസിൻ കഴിക്കണ്ട എന്നും പറഞ്ഞു. ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന റാപ്സൻ അച്ഛനും നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, യൂട്രസിൽ മുഴയുണ്ടായിരുന്നതാണ്. ബ്ലീഡിംഗ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ സ്കാൻ ചെയ്തപ്പോഴാണ് യൂട്രസിലുള്ള മുഴ കണ്ടുപിടിച്ചത്. അതിനുശേഷം കർത്താവിന്റെ കരുണയിൽ ആശ്രയിക്കുന്നുവെന്ന പ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങി. യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അമ്മത്രേസ്യയുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിച്ചു. കർമ്മല മാതാവിന്റെ മധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിച്ചു. യൂട്രസിലുള്ള മുഴ കർത്താവ് അത്ഭുതകരമായി എടുത്തുമാറ്റി. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. അന്തർ കണ്ടതും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് മായ, സ്ഥലം കേളകം. എനിക്ക് പിത്താശയത്തിൽ സർജറി കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞിട്ടും വയറിന് വല്ലാത്ത വേദനയും ഗ്യാസ് പ്രോബ്ലവും ഉണ്ടായി. ആ സമയത്തൊരു വ്യാഴാഴ്ച ഇവിടെ വരികയും ആരാധന കൂടുകയും വൈകുന്നേരം അച്ഛനെ കാണുകയും പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുകയും ചെയ്തു. അതിനുശേഷം ഇപ്പോൾ 4 മാസമായി എനിക്ക് യാതൊരുവിധ കുഴപ്പവുമില്ല. എൻ്റെ വേദന പൂർണ്ണമായും മാറ്റിത്തന്ന ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സൻ അച്ഛനും 1000 നന്ദി പറയുന്നു. കരമടിച്ച കർത്താവിന് നന്ദി പറയാം. 4 മാസത്തോളമായിട്ടുണ്ടായിരുന്ന വയറുവേദന കർത്താവിന്റെ തിരുസന്നിധിയിൽ പുണ്യഭൂമിയിൽ വന്ന് പ്രാർത്ഥിച്ചു. കർത്താവ് അത്ഭുതകരമായി എടുത്തു മാറ്റിയതിനെ ഓർത്തുച്ചതിൽ വിളിക്കാം, ഈശോയേ. എൻ്റെ പേര് ദീപ, നെല്ലിക്കാമ്പോയി ഇടവകയിൽ നിന്നും വരുന്നു. എനിക്ക് 2 മാസത്തോളമായി മൂത്രത്തിൽ പഴുപ്പായിരുന്നു. 5 തരം ആന്റിബയോട്ടിക്കുകൾ മാറി മാറി കഴിച്ചു. 2 പ്രാവശ്യം മൂത്രം കൾച്ചർ ചെയ്തു. അതനുസരിച്ച് മരുന്ന് കഴിച്ചു. എന്നിട്ടും കുറഞ്ഞില്ല. ഡോക്ടർ പറഞ്ഞു യൂറോളജിസ്റ്റിനെ കാണാൻ. ഇനി ഡോക്ടർ മരുന്ന് തരികയില്ല എന്നും സ്കാൻ ചെയ്യണം, എന്തോ കുഴപ്പമുണ്ടെന്നും പറഞ്ഞു. സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന്. പിന്നീട് പോയി ഡോക്ടറെ കണ്ടു. ഡോക്ടർ ഒരു മരുന്ന് തന്നു. 5 ദിവസം കഴിക്കാൻ പറഞ്ഞു. അതിനുശേഷം യൂറിൻ നോക്കിയപ്പോൾ നോർമലായിരുന്നു. സ്കാൻ ചെയ്യണ്ട എന്നും പറഞ്ഞു. എൻ്റെ പ്രാർത്ഥന കേട്ടെന്നെ സുഖപ്പെടുത്തിയ ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും നന്ദി പറയുന്നു. എല്ലാ ദിവസവും 9 മണിക്കുള്ള വചന സന്ദേശം ഞാൻ കേൾക്കാറുണ്ട്. കരമടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. എൻ്റെ പേര് റോസമ്മ, സ്ഥലം മെയ്ഡൂർ. എൻ്റെ കൊച്ചുമകൻ ബെഞ്ചമിൻ നേഴ്സിംഗ് പരീക്ഷയ്ക്ക് ഓർമ്മശക്തി കുറവായതുകൊണ്ട് ബന്ധിതനായ ഈശോയുടെ മുമ്പിൽ ഞാൻ കെട്ടിയിട്ട് പ്രാർത്ഥിച്ചു, പരീക്ഷയ്ക്ക് നല്ല മാർക്കോടെ അവൻ പാസ്സാകണമേ എന്ന്. എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ അവൻ നല്ല മാർക്കോടെ പാസ്സായി. അവന് ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും നന്ദി പറയുന്നു. പരീക്ഷകളിൽ ഉന്നതമായ വിജയം നൽകുന്ന കർത്താവിന് നമുക്ക് കരമടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. ദൈവത്തിന് സ്തുതി. ആവില അമ്മ ത്രേസ്യായോടും ബന്ധിതനായ ഈശോയോടും സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി പരീക്ഷയിൽ ഉന്നത വിജയം തന്നതിനും കലാമത്സരത്തിൽ വിജയം തന്നതിനും 1000 നന്ദി പറയുന്നുവെന്ന് ജോളി എടൂർ.
കരമടിച്ച് നന്ദി പറയാം. ഈശോയേ ദൈവത്തിന് സ്തുതി. ആവിലായിലെ അമ്മ ത്രേസ്യായോടും ബന്ധിതനായ ഈശോയോടും പ്രാർത്ഥിച്ചതിന്റെ ഫലമായി എൻ്റെ കുടുംബത്തിലെ എല്ലാവരുടെയും പനിയും ചുമയും വിട്ടുമാറാത്ത രോഗാവസ്ഥകളും മാറ്റിത്തന്നതിന് ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും നന്ദി പറയുന്നുവെന്ന് തോമസ് എഡൂർ. കരമടിച്ച് നന്ദി പറയാം. ഈശോയേ ദൈവമേ സ്തുതി. ഞാൻ ഷാജി, സ്ഥലം കൊട്ടിയൂർ. ഞാൻ 3 വർഷമായി എൻ്റെ ടാർഗറ്റ് എത്തിക്കുവാൻ സാധിക്കുന്നില്ലായിരുന്നു. എനിക്കിവിടെ വന്ന് 7 വ്യാഴാഴ്ചകളിൽ പ്രാർത്ഥിച്ച് മുട്ടിന്മേൽ ഇഴഞ്ഞതിൻ്റെ ഫലമായി എൻ്റെ ടാർഗറ്റ് എത്തുവാൻ സാധിച്ചു. ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. നന്ദി പറയാം. ഈശോയേ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ലീലാമ്മ. ഞാൻ പൈസക്കരിയിൽ നിന്നും വരുന്നു. 2 സാക്ഷ്യമാണ് പറയാനുള്ളത്. എൻ്റെ മകൻ്റെ കല്യാണം ഈ പുണ്യഭൂമിയിൽ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി നവംബർ മാസം 11-ാം തീയതി ദൈവം നടത്തി തന്നു. അതുപോലെ എൻ്റെ കൈക്ക് ഭയങ്കര വേദനയായിരുന്നു. ഒരു കടലാസ് കഷ്ണം പോലും എടുക്കാൻ കഴിയാത്ത വിധം വേദനയായിരുന്നു. മരുന്ന് കഴിച്ചെങ്കിലും മാറിയില്ല. മുട്ടിൽ വലിഞ്ഞു പ്രാർത്ഥിക്കുകയും തിരുനാളേറ്റെടുത്ത് നടത്തുകയും ചെയ്തതിൻ്റെ ഫലമായി ഈശോ ആ വേദന പൂർണ്ണമായും എടുത്തു മാറ്റി. എൻ്റെ കൈകൊണ്ടിപ്പോൾ എനിക്ക് എല്ലാ ജോലിയും ചെയ്യാൻ സാധിക്കുന്നു. ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന റാപ്സനച്ഛനും നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, ഒക്ടോബർ 14-ാം തീയതിയിലെ ഉരുൾ നേർച്ചയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചു. നവംബർ മാസത്തിൽ മകന്റെ വിവാഹം നടന്നു. അതുപോലെ ഈ സഹോദരിക്ക് ഒരു പേപ്പർ എടുക്കാൻ പോലും പറ്റാത്ത വിധത്തിലെ കൈക്ക് വേദനയായിരുന്നു. അതും കർത്താവ് അത്ഭുതകരമായി സുഖപ്പെടുത്തിയതിനെ ഓർത്ത് ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് അനൂഷ, സ്ഥലം മണത്തണ. ഞാൻ വളരെ മാനസികമായി തളർന്ന ഒരവസ്ഥയിലാണ് അച്ഛനെ വന്ന് കണ്ടത്. ഈ കഴിഞ്ഞ ഡിസംബർ 7-ന് എൻ്റെ ഡ്രൈവിംഗ് ടെസ്റ്റ് ആയിരുന്നു. അതിൽ എനിക്ക് 8 പാസ്സായി, റോഡ് ടെസ്റ്റ് ഫെയിലായി. അച്ഛനെ വന്ന് കണ്ടു. റോഡ് ടെസ്റ്റ് പാസ്സാവുമെന്നും അച്ഛൻ പ്രാർത്ഥിക്കാമെന്നും പറഞ്ഞു. കഴിഞ്ഞ ഡിസംബർ 28-ന് എൻ്റെ റോഡ് ടെസ്റ്റ് ആയിരുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ഞാനത് പാസ്സായി. എൻ്റെ 2ാമത്തെ സാക്ഷ്യം, എൻ്റെ മകൻ ക്രിസ്മസ് പരീക്ഷയിൽ നല്ല മാർക്കോടെ ജയിച്ചാൽ സാക്ഷ്യം എഴുതിയിടാമെന്ന് ഞാൻ നേർന്നിരുന്നു. അവന് എല്ലാ വിഷയത്തിനും നല്ല മാർക്ക് നൽകി ഈശോ അനുഗ്രഹിച്ചു. ഇത്രയേറെ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് ഷെറിൻ ജോർജ്. എല്ലാ തടസ്സങ്ങളും ഈശോ മാറ്റിത്തന്ന് എനിക്ക് ഇസ്രായേലിൽ പോകുവാൻ പറ്റിയതിനെ ഓർത്ത് ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നുവെന്ന് ഷെറിൻ മംഗലാപുരം. കരമടിച്ച് നന്ദി പറയാം. കരമുയർത്തി വീശിക്കൊണ്ടേറ്റ് ചൊല്ലാം. ഈശോയേ അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ആവിലായിലെ ശുശ്രൂഷകളിലൂടെ 1 കോടി മനുഷ്യരെ തിരുരക്തത്താൽ കഴുകണമേ. പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ. പ്രേക്ഷിതരാക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ആമേൻ. ദയവേത് ആരുവിനെ ദേവാലയത്തിനകത്തേക്ക് കയറി വരരുത്. ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് ഇരിക്കാനുള്ള സ്ഥലമുള്ളൂ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് അനു. ഞാൻ കേളകം വെള്ളൂന്നിയിൽ താമസിക്കുന്നു. ഞാൻ ഈ സാക്ഷ്യം എഴുതുന്നത് എൻ്റെ ഭർത്താവിന് വേണ്ടിയാണ്. കുറെ നാളുകളായി എൻ്റെ ഭർത്താവിന് തൊഴിൽപരമായി വളരെ തടസ്സങ്ങളായിരുന്നു. പെയിന്റിംഗ് വർക്കാണ് എൻ്റെ ഭർത്താവിൻ്റെ തൊഴിൽ. പണി വളരെ കുറവായിരുന്നു. സാമ്പത്തികമായി ഞങ്ങളുടെ കുടുംബം വല്ലാതെ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലായി. ഞങ്ങൾ ആവിലായിൽ വന്ന് വ്യാഴാഴ്ചത്തെ ശുശ്രൂഷയിൽ പങ്കെടുത്ത് ബന്ധിതനായ ഈശോയുടെ മുമ്പിൽ നിയോഗങ്ങൾ കെട്ടിയിട്ട് മുട്ടിൽ വലിഞ്ഞു പ്രാർത്ഥിച്ചു. ഞങ്ങൾ തിരിച്ചു വീട്ടിലെത്തിയ ഉടനെ തന്നെ ഫോൺ വിളി വന്നു. ഒരു വലിയ വീടിൻ്റെ പണി ശരിയായിട്ടുണ്ട്, വന്നു നോക്കണമെന്ന്. ഞങ്ങൾക്ക് ജോലി നൽകി അനുഗ്രഹിച്ച ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. കരമടിച്ച കർത്താവിന് നന്ദി പറയാം. ഒത്തിരി നാളുകളായിട്ട് വർക്കില്ലാതെ ഇരിക്കുമ്പോഴാണ് നല്ലൊരു ജോലി കർത്താവ് നൽകി അനുഗ്രഹിച്ചത്. ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ
ഞങ്ങൾ വിവാഹം നടക്കാൻ നേർച്ച നേർന്നിട്ടുണ്ടായിരുന്നു. വിവാഹം നല്ല രീതിയിൽ നടന്നു. ആവിലാമ്മയ്ക്കും ബന്ധിതനായി ഈശോയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഡിബിൻ അഞ്ജലി, കണ്ണൂർ. കരമടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് റോസ്മി. ഞാൻ UK ജോലി ചെയ്യുന്നു. എനിക്ക് സ്പോൺസർഷിപ്പ് വിസ കിട്ടണമായിരുന്നു. കിട്ടിയില്ലെങ്കിൽ ഞാൻ അവിടുത്തെ ജോലി കളഞ്ഞ് നാട്ടിൽ വരികയോ അതല്ലെങ്കിൽ പൈസ കൊടുത്ത് വിസ വാങ്ങിക്കുകയോ വേണമായിരുന്നു. എനിക്ക് സ്പോൺസർഷിപ്പ് വിസ കിട്ടുമെന്ന് എനിക്ക് ഉറപ്പില്ലായിരുന്നു. വിസയ്ക്ക് വേണ്ടി അപേക്ഷ വച്ചപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, വിസ ഒരു തടസ്സവും കൂടാതെ കിട്ടുകയാണെങ്കിൽ എൻ്റെ കൈകൊണ്ട് സാക്ഷ്യം എഴുതിയിടുകയും സാക്ഷ്യം അമ്മയുടെ ഫോണിൽ അയച്ചു കൊടുക്കുകയും അമ്മ അത് ആവിലാസദനിൽ എത്തിക്കാമെന്നും പറഞ്ഞു. ഞാൻ നാട്ടിൽ വരുമ്പോൾ എന്നെ കൊണ്ട് മുട്ടിൽ നീന്തിക്കാമെന്നും അമ്മ നേർച്ച നേർന്നു. നാട്ടിൽ രാത്രി 9 മണിക്ക് നടത്തുന്ന ദിവ്യകാരുണ്യ ആരാധനയിൽ പങ്കെടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അതുവഴി എനിക്ക് എൻ്റെ സ്പോൺസർഷിപ്പ് വിസ ലഭിക്കുകയും എനിക്ക് വിസ തന്ന് എന്നെ അനുഗ്രഹിക്കുകയും ചെയ്ത ബന്ധിതനായ ഈശോയ്ക്കും ആവിലാമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയും. വ്യാഴാഴ്ചത്തെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത് കൂടാതെ രാത്രി 8:30 യേശുനാമ ജപമുണ്ട്. 9 മണിക്കുള്ള ശുഭരാത്രി വചന ശുശ്രൂഷയും ആരാധനയുമുണ്ട്. അതിൽ വരികയും അത് കഴിയുമ്പോൾ ശുഭരാത്രി വചന ശുശ്രൂഷ കഴിയുമ്പോൾ മുട്ടയിൽ വലിയുന്ന ശുശ്രൂഷയുണ്ട്. എല്ലാ ദിവസവും എല്ലാവരും കൂടി ഒരുമിച്ച് ആ ശുശ്രൂഷയിലൊക്കെ പങ്കെടുത്തു. വിസയുടെ തടസ്സം മാറി. കർത്താവ് അനുഗ്രഹിച്ചു. ഉച്ചത്തിൽ വിളിക്കാം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ആവിലായിലെ അമ്മ ത്രേസ്യായ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് ഏഞ്ചൽ. ഞാൻ ചുങ്കക്കുന്നിൽ നിന്നും വരുന്നു. ഞാൻ GNM നഴ്സിംഗ് ആണ് പഠിച്ചത്. ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ എനിക്ക് സപ്ലിമെൻ്ററി ഉണ്ടായിരുന്നു. അത് ഞാൻ എഴുതിയെടുത്തു. ലാസ്റ്റ് ഇയർ ആയപ്പോൾ ഞാൻ അമ്മ ത്രേസ്യായോട് ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു. ലാസ്റ്റ് ഇയർ എക്സാം സപ്ലി ഇല്ലാതെ എഴുതുവാൻ പറ്റുകയാണെങ്കിൽ ഞാൻ അമ്മയുടെ തിരുസന്നിധിയിൽ സാക്ഷ്യം എഴുതിയിട്ടോളാമെന്നും നേർന്നിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ എക്സാം എഴുതി റിസൾട്ട് വന്നപ്പോൾ ഞാൻ പാസ്സായി. എനിക്ക് ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും ആവിലാമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. നന്ദി പറയാം. പരീക്ഷകളിൽ കർത്താവ് വിജയം നൽകുന്നതിനെ ഓർത്ത് ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് ത്രേസ്യാമ്മ. ഞാൻ വട്ടിയറ ഇടവകയിൽ നിന്നും വരുന്നു. ഞങ്ങളുടെ വീടിൻ്റെ പണി തുടങ്ങിയിട്ട് 5 വർഷമായിരുന്നു. തറ കെട്ടി കല്ലിറക്കിയതല്ലാതെ മറ്റു പണിയൊന്നും നടക്കുന്നില്ലായിരുന്നു. ഞാനും മോനും ഇവിടെ വന്ന റാപ്സൻ അച്ഛനെ കണ്ട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടു. അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. 33 ആഴ്ച ധ്യാനത്തിൽ പങ്കെടുക്കുവാൻ പറഞ്ഞു. ഞാൻ വീടിൻ്റെ പ്ലാനിൻ്റെ കോപ്പികൾ ഓരോ പ്രാവശ്യവും അൾത്താരയിൽ കൊണ്ടുവന്ന് വയ്ക്കുമായിരുന്നു. ഈശോയെ, അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു എന്ന പ്രാർത്ഥന കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം 33 പ്രാവശ്യം ചൊല്ലിക്കൊണ്ടിരുന്നു. ഏകദേശം 20 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ വീടിൻ്റെ പണി തുടങ്ങി. ഇപ്പോൾ വീട് വെഞ്ചിരിപ്പും കഴിഞ്ഞു. ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും ആവിലാമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. ഭവന നിർമ്മാണത്തിന്റെ മേഖലകളെ കർത്താവ് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയാം. സഹോദരി ഓരോ ആഴ്ചയും വരുമ്പോ ആ വീടിന്റെ പ്ലാനിന്റെ കോപ്പി വീണ്ടും വീണ്ടും ഓരോ ആഴ്ചയും വീണ്ടും വീണ്ടും കൊണ്ടുവന്നുകൊണ്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ബന്ധിതനായ ഈശോയുടെ തിരുസ്വരൂപത്തോട് ചേർത്ത് കെട്ടിയിടാവുന്ന അതൊരു നിയോഗം തന്നെ. അത് ലഭിക്കുന്നത് വരെ നിങ്ങൾക്ക് ഓരോ വ്യാഴാഴ്ചയും വരുമ്പോ ആ നിയോഗം വീണ്ടും വീണ്ടും എഴുതി കെട്ടിയിടാവുന്നതാണ്. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് പാസ്പോർട്ടിന്റെ കോപ്പിയും വസ്തു ഇടപാടുകൾ നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ആ പ്രോപ്പർട്ടിയുടെ നികുതി ചീട്ടിന്റെ കോപ്പിയും ഒക്കെ കൊണ്ടുവന്ന് കെട്ടിയിടാവുന്നതാണ്. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് വിസ്മയ മരിയ. ഞാൻ ദുബായിൽ നഴ്സായി വർക്ക് ചെയ്യുന്നു. എനിക്ക് പുതിയ ഒരു ഹോസ്പിറ്റലിൽ ജോലിക്ക് ഇന്റർവ്യൂ വന്ന സമയത്താണ് എൻ്റെ സഹോദരി ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും അച്ഛനോട് പ്രാർത്ഥനാ സഹായം തേടുകയും ചെയ്തത്. ഈശോയ്ക്കും ആവില അമ്മയുടെയും അനുഗ്രഹം കൊണ്ട് 300-ൽ കൂടുതൽ ആളുകൾ പങ്കെടുത്ത ഇന്റർവ്യൂ നല്ലതുപോലെ അറ്റൻഡ് ചെയ്യുവാൻ എനിക്ക് സാധിച്ചു. അതുപോലെ ആ ഹോസ്പിറ്റലിൽ എനിക്കൊരു നല്ല ജോലി നൽകി ഈശോ എന്നെ അനുഗ്രഹിച്ചു. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും
ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സൻ അച്ഛനും നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. ഇന്റർവ്യൂ പാസ്സായി, നല്ല ജോലി ലഭിച്ചു. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് മിബിയ മാർട്ടിൻ. ഞാൻ ചെമ്പന്തൊട്ടി ഇടവകയിൽ നിന്നും വരുന്നു. ആവില അമ്മയുടെയും ബന്ധിതനായ ഈശോയുടെയും മധ്യസ്ഥതയാൽ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിരുന്ന എൻ്റെ ജർമ്മൻ വിസ ഇന്നലെ 22/1/2025 എൻ്റെ കയ്യിൽ അപ്രൂവ് ആയി കിട്ടി. ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. കർത്താവ് ഇടപെടുകയും വിസാ തടസ്സം മാറുകയും ചെയ്തു. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. ദൈവത്തിന് സ്തുതി. എൻ്റെ പേര് റോസമ്മ. ഞാനിവിടെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. ഞാനും എൻ്റെ ഭർത്താവും കൂടി എടൂർ പള്ളിയിൽ നിന്ന് തിരുനാൾ കഴിഞ്ഞ് ഓട്ടോയ്ക്ക് വരുമ്പോൾ പുറകിൽ നിന്നും ഒരു കാർ വന്ന് ശക്തമായി ഇടിക്കുകയും ഓട്ടോ മറിയുകയും ചെയ്തു. ബന്ധിതനായ ഈശോയുടെ വലിയ കാരുണ്യത്താൽ ഞങ്ങൾക്കും ഓട്ടോ ഡ്രൈവർക്കും ചെറിയ മുറിവുകൾ മാത്രമേ പറ്റിയുള്ളൂ. ഈ വലിയ അപകടത്തിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിച്ച ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും ലോകം മുഴുവനും വേണ്ടിയുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന റാപ്സൻ അച്ഛനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, ഇവിടെ വളരെ അടുത്തുള്ള ഒരു കുടുംബമാണ്. കർത്താവ് ഇവിടെ കാലത്തൊക്കെ കുർബാനയ്ക്കും അതുപോലെ വൈകുന്നേരമുള്ള പ്രാർത്ഥനയ്ക്കുമൊക്കെ എപ്പോഴും വരുന്ന ഒരു കുടുംബമാണ്. കർത്താവ് ശക്തമായ ഒരു സംരക്ഷണം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് വളരെ ഗൗരവമുള്ള ഒരു അപകടത്തിൽ നിന്ന് ഒരു പരുക്കുമില്ലാതെ ഇന്നും അച്ഛൻ കണ്ടു, ഒരു പരുക്കുമില്ലാത്ത വിധത്തിൽ കർത്താവ് സംരക്ഷണം നൽകിയതിനെ ഓർത്ത് ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. എൻ്റെ പേര് സന്തോഷ്. ഞാൻ മാടത്തിൽ നിന്നും വരുന്നു. എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം എഴുതുന്നത്. പീരിയഡ്സ് സമയത്തുണ്ടായ അതികഠിനമായ വയറുവേദന കാരണം ഒത്തിരിയേറെ ബുദ്ധിമുട്ടിയിരുന്നു. 10 വർഷം മുമ്പ് ഡോക്ടറെ കാണിച്ചപ്പോൾ ചെറിയ ഫൈബ്രോയിഡ് ഉണ്ടായിരുന്നു. ഇപ്പോൾ വേദന സഹിക്കാൻ പറ്റാത്ത വിധത്തിലായി. ഞാൻ ആവില അമ്മയോട് സാക്ഷ്യം പറഞ്ഞുകൊള്ളാം. ഇനിയുള്ള സ്കാനിങ്ങിൽ കുഴപ്പമൊന്നും ഉണ്ടാകരുതേ, ഓപ്പറേഷൻ ഒന്നും വേണ്ടി വരരുതേ എന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു. ഇതിന്റെ ഫലമായി Here's a look at my week on Facebook gaming. Monday morning, I play puzzle games. On Tuesday, I choose racing games. Friday evening, ഓപ്പറേഷൻ ഒന്നും വേണ്ട എന്നും ആ ചെറിയ മുഴ അതുപോലെ തന്നെ ഉള്ളൂ എന്നും മരുന്ന് കൊണ്ട് മാറിക്കൊള്ളും, പേടിക്കാനൊന്നുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. എൻ്റെ പ്രാർത്ഥന കേട്ടെന്നെ അനുഗ്രഹിച്ച ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ. ഭാര്യയ്ക്ക് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞപ്പോൾ ആര് പ്രാർത്ഥിച്ചു? അങ്ങനെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ഭർത്താവിന്റെ പ്രാർത്ഥനയുടെ ഫലമായി ഭാര്യയ്ക്ക് കർത്താവ് സൗഖ്യം കൊടുത്തു. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ദീപ. ഞാൻ മാടത്തിൽ നിന്നും വരുന്നു. എൻ്റെ ആങ്ങളയ്ക്ക് വേണ്ടിയാണ് ഈ സാക്ഷ്യം എഴുതുന്നത്. ആങ്ങളയുടെ കാൽ വെരിക്കോസ് വന്ന് പഴുത്തു പൊട്ടി വലിയ ദ്വാരമായി മാറി. അതിലൂടെ പഴുപ്പ് പൊട്ടി ഒലിക്കുമായിരുന്നു. ഒത്തിരി ആസ്പത്രിയിൽ കാണിച്ചു. 1 വർഷമായിട്ട് ഒരു കുറവും ഉണ്ടായില്ല. കാലിന് നീര് വന്ന് 20 കിലോ വരെ ഭാരം വന്നു. അവസാനമായി തലശ്ശേരി ഇന്ദിരാഗാന്ധി ആസ്പത്രിയിലാണ് കാണിച്ചത്. ആഴ്ചയിൽ പോയി ഡ്രസ് ചെയ്യാൻ പറഞ്ഞു. 2 മാസത്തോളം പോയി ഡ്രസ് ചെയ്തു. കാലിലെ വ്രണം ഉണങ്ങാൻ താമസം വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ചിലപ്പോൾ കാല് മുറിക്കേണ്ടി വരുമെന്ന്. ഞാൻ ആവില അമ്മയെ വിളിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചു. സാക്ഷ്യം എഴുതിയിടാമെന്നും നേർന്നു. ഈ കാലും കൊണ്ട് ഇനി ആസ്പത്രിയിൽ പോകേണ്ടി വരരുതേ എന്നും ഇവിടുന്ന് തന്നെ അമ്മ സുഖപ്പെടുത്തി തരണമേ എന്നും കരഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു. അമ്മ എൻ്റെ പ്രാർത്ഥന കേട്ടു. കാലിൻ്റെ മുറിവിൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ ഒരു ചെറിയ കല മാത്രമേ ഉള്ളൂ. ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ഛനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവര്, വലിയൊരു അത്ഭുത സാക്ഷ്യമാണ്. കാല് മുറിച്ചു കളയേണ്ടി വരും എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് കർത്താവ് കാലിന്റെ ആ മുറിവുണക്കി. ആ മുറിവ് തന്നെ ഇപ്പോൾ അവിടെ ഒരു പാട് മാത്രമുള്ളൂ എന്ന രീതിയിൽ കർത്താവ് സുഖപ്പെടുത്തിയതിനെ ഓർത്ത് ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. അത്ഭുതങ്ങളും
ഈശോയ്ക്ക് വിചാരിക്കട്ടെ. എൻ്റെ പേര് ഷെറിൻ. ഞാൻ എടത്തൊട്ടിയിൽ നിന്ന് വരുന്നു. ഈ സാക്ഷ്യം മോളുണ്ടായതിനെയാണ്. പക്ഷെ ഇത് പറയാൻ ഒരുപാട് താമസിച്ചു പോയി. അതിന് മാപ്പ് പറയുന്നു. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷം ആയിരുന്നു. അപ്പം കുറേ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ആദ്യത്തെ 3 വർഷം അങ്ങനെ പോയി. ഞാനൊരു നേഴ്സും ഹസ്ബൻഡ് മിലിറ്ററിയിലും ആയതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് നിൽക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ജോലി വിട്ട് ഹസ്ബൻഡിനും കൂടെ മഹാരാഷ്ട്രയിലൊക്കെ ആയിരുന്നു. ഞാൻ ട്രീറ്റ്മെൻറ്റ് കുറേ കണ്ടിന്യൂ ചെയ്തു. പ്രാർത്ഥിക്കുമായിരുന്നെങ്കിൽ അങ്ങനെ ശക്തമായിട്ടുള്ളൊരു പ്രാർത്ഥനയൊന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം അതിനൊരു സർജറി വരെ കഴിഞ്ഞിരുന്നു 2023 ജനുവരിയിൽ. അത് കഴിഞ്ഞ് പിന്നെ അച്ഛൻ പറഞ്ഞ പോലെ ഏപ്രിലൊക്കെ ആയപ്പോഴത്തേനും ഓവുലേഷൻ്റെ ടൈമൊക്കെ ആയപ്പം യു ആർ എ ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്നും പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് കിടന്നുറങ്ങിയിരുന്നത്. അങ്ങനെ ആ മാസം തന്നെ എനിക്ക് കുറച്ച് വിശ്വാസം ഉണ്ടായിരുന്നു ആവും എന്നുള്ളത്. അത് ഞാൻ നല്ലപോലെ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം തന്നെ ആയി. ഡിസംബറിലായപ്പം 19 മോള് ജനിച്ചു. ഹസ്ബൻഡ് ഞാനും കൂടെ ഒരുമിച്ച് വന്ന് പറയണം എന്നായിരുന്നു ആഗ്രഹം. കരമടിച്ച് കർത്താവിന് നന്ദി പറയാൻ. പ്രിയപ്പെട്ടവരെ, വിവാഹം കഴിഞ്ഞ് 5 വർഷമായിട്ടും മക്കളില്ലാതിരുന്ന ഒരു സമയത്ത് 2023 അല്ലേ മോളെ ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ആ വർഷം തന്നെ കർത്താവ് 2023 ആദ്യം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ആ വർഷം തന്നെ കർത്താവ് കുഞ്ഞിനെ 5 വർഷം അവര് മരുന്നൊക്കെ കഴിക്കുകയും ലാപ്രോസ്കോപ്പിയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തു. അങ്ങനെ പല ട്രീറ്റ്മെന്റുകളിലൂടെയൊക്കെ കടന്നുപോയെങ്കിലും കർത്താവ് കുഞ്ഞ് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് 2023 ഇവിടെ വന്ന് പ്രാർത്ഥിച്ചത്. ആ വർഷം തന്നെ കർത്താവ് കുഞ്ഞിനെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അധികം നാൾ കഴിയുന്നതിന് മുമ്പ് തന്നെ കൺസീവ്ഡ് ആയി. പരസ്പരം മുഖത്തേക്ക് മുഖം നോക്കി തോളത്ത് കൈവച്ച് പ്രാർത്ഥന ചൊല്ലുകയും യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു. കർത്താവ് യേശുനാമത്തിന്റെ അത്ഭുത ശക്തിയാൽ വന്ധ്യമായ ഉദരത്തെ സന്താന സൗഭാഗ്യം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. കാറ്റും കടലും ശാന്തമായതും യേശുനാമത്തിൽ, പാപം നീങ്ങി സൗഖ്യം നേടിയ യേശുനാമത്തിൽ. കൊച്ചു വൈകി സാക്ഷ്യം പറഞ്ഞതിന്റെ ദേഷ്യമാണ് മൈക്കിലടിച്ച് നേരത്തെ കാണിച്ചത്. അല്ല, ഒരു ദേഷ്യമില്ല. മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ എടക്കോ ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് മേരി മാത്യു. ഇതെൻ്റെ മോളുടെ കുഞ്ഞിന് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത്. ഇവൻ 6 മാസം ഗർഭിണിയായിരുന്ന സമയത്ത് പിന്നെ ഫ്ലൂയിഡ്, വളർച്ചയ്ക്ക് ആവശ്യമായ ഫ്ലൂയിഡിൻ്റെ പകുതി ഭാഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഡോക്ടേഴ്സിനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു പിന്നെ അബോർഷൻ ചെയ്യണം, കുഞ്ഞ് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. എങ്കിലും ഞങ്ങൾ പ്രതീക്ഷ കൈവിടാതെ ഈശോയോട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി 8ാം മാസത്തിൽ സ്കാൻ ചെയ്തപ്പോൾ കുഞ്ഞിന് ആവശ്യമായ വളർച്ചയ്ക്ക് ആവശ്യമായ ഫ്ലൂയിഡ് ഉണ്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞു. പക്ഷേ എങ്കിൽ ഇവൻ ഡേറ്റൊക്കെ ആയി ജനിച്ചു കഴിഞ്ഞപ്പോൾ ഇവൻ്റെ ശരീരത്തിൽ നിന്ന് മുഖത്തിന് മാത്രം ഒരു കുഴപ്പമില്ല, ശരീരത്തിലെ ചർമ്മത്തിൽ നിന്ന് ചർമ്മം മുഴുവൻ വിട്ട് തൂങ്ങിയ നിലയിലായിരുന്നു. ആ അവസ്ഥയിൽ ഡോക്ടർ പറഞ്ഞു ഇനി ഇതിന് ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്യാൻ പറ്റിയാല, മുലപ്പാലിൽ കൂടെ മാത്രമേ കുഞ്ഞിന് ഇത് മാറ്റിയെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അന്ന് ആ ഫ്ലൂയിഡിൻ്റെ കുറവ് കൊണ്ടുണ്ടായ ഒരു കുഴപ്പമാണെന്ന് ഡോക്ടർ പറഞ്ഞു. എങ്കിലും ഇവൾക്ക് മുലപ്പാലുമില്ലായിരുന്നു. ആ സമയത്ത് ഞാനിവിടെ 2018 മുതൽ ഈ ആവിലാപ്പള്ളിയിൽ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അച്ഛനോട് വിളിച്ച് പ്രാർത്ഥനാ സഹായം ചോദിച്ചു. അച്ഛൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അതിൻ്റെ ഫലമായി ഒരാഴ്ച കൊണ്ട് മുലപ്പാലൊക്കെ നോർമലായി വരികയും കൊച്ചു 1 മാസം കൊണ്ട് പൂർണ്ണ സൗഖ്യം പ്രാപിക്കുകയും ചെയ്തതിനെ ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറയുന്നു. ഇതിനുവേണ്ടി ഞങ്ങൾക്ക് വേണ്ടി ഈശോയ്ക്കും ബന്ധുനായ ഈശോയ്ക്കും ആവിലായിലെ അമ്മയ്ക്കും കർമ്മല മാതാവിനും പ്രാർത്ഥിച്ച അച്ഛനും കൊടാനുകോടി നന്ദി പറയുന്നു. കരമടിച്ച കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, വലിയ പ്രതിസന്ധികൾ, നമുക്ക് കുഞ്ഞ് ഉണ്ടാകാത്തതൊരു പ്രതിസന്ധിയാണ്. കുഞ്ഞുണ്ടായതിനു ശേഷം 6ാം മാസത്തിൽ ഫ്ലൂയിഡ്, ആവശ്യമായ ഫ്ലൂയിഡിന്റെ 50% മാത്രമേ ഫ്ലൂയിഡ് അല്ലേ, ഇങ്ങനെയല്ലേ,
50% മാത്രമേ ഫ്ലൂയിഡ് ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും വേഗത്തിൽ കുഞ്ഞിന്റെ പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യുക, ഡിസ്കണ്ടിന്യൂ ചെയ്യുക എന്ന ഒരു തീരുമാനമെടുക്കാൻ ഡോക്ടർമാർ പ്രേരിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ്. അതായത് വേണ്ട എന്ന് വയ്ക്കാൻ പറയുന്ന ഒരു മെഡിക്കൽ സിറ്റുവേഷൻ. ആ സിറ്റുവേഷനിൽ നിന്ന് കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് കർത്താവിനോട് യെസ് പറഞ്ഞ്, ലോകത്തോട് നോയും കർത്താവിനോട് യെസ്സും പറഞ്ഞതിന്റെ ഫലമായിട്ടാണ് ഇന്ന് ഈ മിടുക്കൻ കുഞ്ഞ്, എന്റെ പേരെന്താണ്, ഏതൻ മോൻ നമ്മുടെ കൂടെയുള്ളത്. ഈശോയെന്ന് വിളിച്ചേ, എടാ അച്ഛനാ ഉണക്ക്, ഈശോയേ ഉറക്കെ വിളിക്ക്. അതുപോലെ തന്നെ ജനിച്ചു കഴിഞ്ഞപ്പോൾ ശരീരത്തിലെ സ്കിന്നൊക്കെ ഇങ്ങനെ വിട്ടുപോകുന്ന രീതിയിൽ ഈ ചോരക്കുഞ്ഞ് ഇരിക്കുന്ന ആ സിറ്റുവേഷൻ ഒന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. കണ്ടാൽ നമുക്ക് തന്നെ പേടി വരുന്ന, അല്ലെ മോളെ, ഓർക്കുമ്പോൾ ഇപ്പോഴും കണ്ണുനീര് വരുന്ന ഒരു സാഹചര്യത്തിലാണ്. ഒരു ട്രീറ്റ്മെന്റും ഇല്ല. മുലപ്പാല് കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ മുലപ്പാല് കൊടുക്കാൻ നോക്കിയപ്പോ പാലില്ല. അങ്ങനെയാണ് ആ സമയം മുതൽ, 6-ാം മാസത്തിൽ ആ പ്രതിസന്ധിയുടെ സമയം മുതൽ, അതിക്ക് മുമ്പ് തുടങ്ങി തന്നെ ഇവർ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഉദരത്തിലുള്ളത് ഈശോയുടെ കുഞ്ഞാണ്, ഈശോ കുഞ്ഞിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഈശോയെന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു. ഈശോയുടെ കരുണയിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചു. അമ്മ ത്രേസ്യയുടെയും കർമ്മലനാഥയുടെയും മധ്യസ്ഥതയിൽ പ്രാർത്ഥിച്ചു. സാക്ഷ്യം പറയാമെന്ന് നേർന്ന് പ്രാർത്ഥിച്ചു. കർത്താവ് കുഞ്ഞിനെ പൂർണ്ണ ആരോഗ്യത്തോടുകൂടെ ഇന്ന് നമുക്ക് കാണാവുന്ന വിധത്തിൽ ഇവിടെ കണ്ട മിടുക്കനായിട്ട് കൊണ്ട് നിർത്തിയിരിക്കുന്നതിനെ ഓർത്ത് ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. കാറ്റും കടലും പാപം നീങ്ങി സൗഖ്യം നേടി യേശുനാമത്തിൽ. ഈശോയേ നക്കി നോക്കണം. ഈശോയേന്ന് വിളിച്ചോ. ഈശോയേ. എടക്കം എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. നന്ദി, ഈശോയ്ക്ക് സ്തുതി. എൻ്റെ പേര് ഷിൽന. ഞാൻ തൊണ്ടിയിൽ നിന്ന് വരുന്നു. കല്യാണം കഴിഞ്ഞ് 1 വർഷമായിട്ട് എനിക്ക് കുട്ടികളായില്ല. അച്ഛനോട് വന്ന് ഞങ്ങൾ പ്രാർത്ഥനാ സഹായം ചോദിച്ചു. ഇവിടെ വന്ന് 6 മാസത്തിനുള്ളിൽ തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആകുകയും ഇപ്പം എനിക്ക് വെയിറ്റ് ഉള്ളതുകൊണ്ട് ഡോക്ടേഴ്സ് പറഞ്ഞു 10 to 15 kgs വരെ കൂടാനും എനിക്കും കുട്ടിക്ക് ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാവാനും പിന്നെ ഹെൽത്തി വെയിറ്റ് ഇല്ലാതെ കൊച്ചുണ്ടാവാനും ഒക്കെ സാധ്യതകളുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഒരു കോംപ്ലിക്കേഷനും ഇല്ലാതെ കുട്ടി ഉണ്ടായി. ഇതിന് ഞങ്ങളെ അനുഗ്രഹിച്ച ഈശോയ്ക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച അച്ഛനും വളരെയധികം നന്ദി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകൾ മുതൽ കുഞ്ഞിനു വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ 1 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു, 10 മാസം കഴിഞ്ഞു, 12 മാസം കഴിഞ്ഞിട്ടും കുഞ്ഞാവാതിരുന്നപ്പോൾ ആ വിഷമത്തോടുകൂടെയാണ് ഈ സഹോദരിയും ഭർത്താവും കൂടെ പ്രാർത്ഥിക്കാൻ കടന്നു വന്നത്. അങ്ങനെ പ്രാർത്ഥിച്ചു. കർത്താവ് ആ വർഷം തന്നെ 6 മാസത്തിനുള്ളിൽ കൺസീവ്ഡ് ആവുകയും കുഞ്ഞിനെ കർത്താവ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ വെയിറ്റ് കൂടുതലുള്ളത് കൊണ്ട് കുഞ്ഞിന് വെയിറ്റ് കുറവായിരുന്നു. അമ്മയ്ക്കായിരുന്നു വെയിറ്റ്. ഹെൽത്തി വെയിറ്റ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ കുഞ്ഞിനും അമ്മയ്ക്കും ഒക്കെ ഹെൽത്തി വെയിറ്റ് ഉണ്ട്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. 2 പേർക്കും ഭാരം കുറവായിരുന്നു. ഹല്ലേലൂയ. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുനാമത്തിൽ സംഭവിക്കും.